നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ ദിവാകരൻ. പ്രധാന വാർത്തകൾ. പണലഭ്യത കൂട്ടി RBI വിപണിയിലിറക്കുന്നത് 1.50 ലക്ഷം കോടി രൂപ. ദൃശ്യം 2K25നോടനുബന്ധിച്ച് മെഡിസ്പിയർ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ച് സിപാസ് SME. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദേശീയ ഗെയിംസിന് വർണ്ണശബളമായ തുടക്കം. ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് അടിസ്ഥാന പലിശ നിരക്ക് ഉടനടി കുറവ് വരുമെന്ന പ്രതീക്ഷ ശക്തമാക്കി റിസർവ് ബാങ്ക്. 1.50 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനാണ് നടപടി. ജനുവരി 30, ഫെബ്രുവരി 13, 20 തീയതികളിലാണ് നടപടി നടപ്പാക്കുന്നത്. ഇതോടെ വിപണിയിലെത്തുക 60,000 കോടി രൂപ. നിലവിൽ രാജ്യത്ത് ബാങ്കിംഗ് സംവിധാനത്തിൽ പണലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലാണ് RBI ഈ നടപടി സ്വീകരിച്ചത്. വിപണിയിൽ പണലഭ്യത തുടർച്ചയായി ഉയർത്തുന്നത് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന് മുന്നോടിയെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിച്ചു. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ എക്സിബിഷൻ ആരംഭിച്ചു. മെഡിസ്പിയർ എന്ന പേരിൽ പൊൻകുന്നം പഞ്ചായത്ത് കോംപ്ലക്സിലാണ് എക്സിബിഷൻ നടക്കുന്നത്. സിപാസ് ഡയറക്ടർ ഹരികൃഷ്ണൻ P, ജോയിന്റ് ഡയറക്ടർ ജയചന്ദ്രൻ TP എന്നിവരാണ് എക്സിബിഷന് നേതൃത്വം നൽകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാക്കി സജീവ്, KG രാജേഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടോമി ഡൊമിനിക്, സാബു വെട്ടിക്കൊമ്പിൽ, SME ജോയിന്റ് ഡയറക്ടർ TP ജയചന്ദ്രൻ, രജീഷ, K ബിജു, K അമ്പിളി എന്നിവർ സന്നിഹിതരായിരുന്നു. രാവിലെ 9 തൊട്ട് 6 മണിവരെയാണ് പ്രദർശനം. 3 ദിവസങ്ങളിലായി നടക്കുന്ന മെഡിക്കൽ എക്സിബിഷൻ 30-ന് സമാപിക്കും. അർച്ചന, ICJ ന്യൂസ്. മുല്ലപ്പെരിയാർ സുരക്ഷാ ഭീഷണിയില്ലെന്ന് സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കോതമംഗലം സ്വദേശി ഡോക്ടർ ജോസഫ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് SV ഭാട്ടിയും ഉൾപ്പെട്ട ബെഞ്ചിന്റെ പരാമർശമുയർന്നത്. ആകാശമിടിഞ്ഞു വീഴുമെന്ന കാർട്ടൂൺ കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാറിലെ സുരക്ഷാ ഭീഷണിയെന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ സംഘം പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത് വെറും ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി പ്രതികരിച്ചത്. കായിക വാർത്തകൾ. ഇനി പുതിയ വേഗവും ഉയരവും സമയവും തേടിയുള്ള 17 നാളുകൾ. 38ാം ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിൽ വർണ്ണശബളമായ തുടക്കം. റായ്പൂരിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. 11 വേദികളിലായി നടക്കുന്ന ദേശീയ ഗെയിംസിന് ഫെബ്രുവരി 14-ന് ഹൽദ്വാനിയിൽ സമാപനം കുറിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് ഗവർണർ ഗുർമീത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, കായിക വകുപ്പ് മന്ത്രി രേഖ ആര്യ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ കണ്ണൂർ ജില്ലയിലാണ് ഉയർന്ന താപനില അനുഭവപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരുന്നു കേരളത്തിലെ കനത്ത ചൂട്. എന്നാൽ 2 വർഷങ്ങളിലായി ജനുവരിയിൽ തന്നെ ചൂട് കൂടുന്ന പ്രവണതയാണ് കേരളത്തിൽ തുടരുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ബുധനാഴ്ച സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണലഭ്യത കൂട്ടി RBI വിപണിയിൽ ഇറക്കുന്നത് 1.50 ലക്ഷം കോടി രൂപ. ദൃശ്യം 2K25നോടനുബന്ധിച്ച് മെഡിസ്പിയർ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ച് സിപാസ് SME. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദേശീയ ഗെയിംസിന് വർണ്ണശബളമായ തുടക്കം. ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.